ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് കേട്ടതും ഒരുപാട് സങ്കടപ്പെട്ടതും ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നതുമായ ഒരു സ്ഥലത്താണ്. അതായത് നിങ്ങൾക്കെല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞാൽ ഓർക്കുമായിരിക്കും. ഈ മലയെല്ലാവരും ഓർക്കുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ വെള്ളത്തിലേക്ക് പോയില്ലേ? അന്ന് മണ്ണിടിഞ്ഞു വന്ന് ലോറിയിൽ ഉറങ്ങുകയായിരുന്ന അർജുന് അന്ന് വെള്ളത്തിലേക്ക് പോയ ആ ഒരു മലയാണിത്. ഇത് ഈ പുഴയിലേക്കാണ് ആ മണ്ണ് വന്ന് പതിച്ചത്. ഗംഗാവാലി പുഴ, എല്ലാവരും ഓർക്കുന്നില്ലേ? അത് പ്രിയപ്പെട്ട അർജുൻ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു സ്ഥലമാണിത്. ശാന്തമായി കിടക്കുന്ന ഗംഗാവലി പുഴ. ഈ പുഴയുടെ ആഴങ്ങളിൽ നിന്നുമായിരുന്നു അന്ന് നമ്മൾ പ്രിയപ്പെട്ട അർജുനെ വെള്ളത്തിൽ നിന്നും പൊക്കിക്കൊണ്ട് വന്നത്. ഇതുകൊണ്ടോ അന്ന് മലയിടിഞ്ഞ് വന്ന മണ്ണൊക്കെയാണ് ആ കിടക്കുന്നത്. ഈ പുഴയിലേക്ക് മണ്ണ് വന്ന് പതിച്ച് ആ വെള്ളം കയറി അങ്ങേ സൈഡിൽ കുറേ വീടുകളുണ്ടായിരുന്നു. ആ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു. അവിടെയുള്ള കുറച്ച് ആളുകളും മരിച്ചു. അവിടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലെല്ലാം വെള്ളത്തിലേക്ക് പോയി. ഈ മലയാണ് ഒന്നുണങ്ങും പുഴയിലേക്ക് വന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴത്തെ കിടക്കുന്ന ഗ്രില്ല്, അത് മറ്റേ ഇലക്ട്രിക് ലൈനിൻ്റെ തൂണായിരുന്നു. ശാന്തമായി കിടക്കുക ഗംഗാവാലി പുഴ. ഇപ്പം വെള്ളം കുറവാണ്. അന്ന് ഇടിഞ്ഞു വന്ന മണ്ണുകളെല്ലാം മുകളിൽ പൊങ്ങിക്കിടന്നിപ്പം ഈ പുഴ നടുക്ക് കിടക്കുന്ന മണ്ണുകളൊക്കെ.